ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന അഗ്നി പരീക്ഷകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവയോടുള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഇനി അതുമല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൊടുന്നനെ ഒരു മിന്നൽ പിണർ പോലെ ഒരു ആഘാതമായിട്ട് കടന്നു വന്നാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? പലപ്പോഴും നമ്മൾ ഞെട്ടിത്തിരിക്കുകയാണ് ഉണ്ടാവുക. ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചുവെന്ന് ദൈവത്തോട് ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചേക്കാം. എൻ്റെ പരിചയത്തിലുള്ള നിരവധി ആളുകളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അഗ്നി പരീക്ഷകൾ പൊടുന്നനെ മിന്നൽ പിണർ പോലെ സംഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു കത്തോലിക്ക കുടുംബമുണ്ട്. അവിടെ അപ്പനും അമ്മയും 2 പെൺമക്കളുമാണുള്ളത്. പക്ഷേ എന്തു ചെയ്യാം? പെൺമക്കളിൽ ഒരാൾ, മൂത്തയാൾ, അപ്പൻ്റെയും അമ്മയുടെയും താല്പര്യങ്ങളെ ഒന്നും വകവയ്ക്കാതെ ഒരു സുപ്രഭാതത്തിൽ ആരുടെയൊപ്പമോ ഇറങ്ങിപ്പോയി. അന്ന് മുതൽ തീ തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പനും അമ്മയും. എന്ത് ചെയ്യണമെന്നറിയില്ല. അഗാധ ദുഃഖത്തിലേക്ക് അവർ വീഴ്ന്നു പോകുന്നു. ദൈവത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവരുടെ ജീവിതം ദുഃഖപൂർണ്ണമായി തീർന്നു, ദുരിതപൂർണ്ണമായി തീർന്നു. അവരിന്നും നിരാശയിൽ അങ്ങ് കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് വീണ്ടും പരിചയമുള്ള മറ്റൊരു കുടുംബം. അവരൊരു ചെറിയൊരു പലചരക്ക് കടയൊക്കെ നടത്തി സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ചെറിയൊരു കുടുംബം. പക്ഷെ പെട്ടെന്നൊരു ദിവസമാണ് ആരോ എന്തൊക്കെയോ പറഞ്ഞ് ഈ കുടുംബത്തെ ഒരു കള്ളക്കേസിൽ കൊടുക്കുന്നത്. ഈ കള്ളക്കേസിൽ അവർ പെട്ട അന്ന് മുതൽ പോലീസായി, കോടതിയായി, വക്കീലായി, നിരന്തരം പണം അധികമായിട്ട് ചെലവഴിക്കേണ്ട ആവശ്യമായി. അങ്ങനെ പലതരത്തിലുള്ള ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയും അവർ കടന്നു പോകുവാനായിട്ട് ഇടവന്നു. നോക്കുക, പെട്ടെന്ന് ഉണ്ടാകുന്ന അഗ്നിപരീക്ഷകൾ. ഇവയോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? ഒരുപക്ഷെ ഞാനും എൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, എൻ്റെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിന്നും മനസ്സിൽ ഒരു വലിയ വിങ്ങലാണ്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ 56-ാമത്തെ വയസ്സിൽ വീണ്ടും ഒരു സുപ്രഭാതത്തിൽ എൻ്റെ പപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. ഈ കഴിഞ്ഞ വർഷമാകട്ടെ എൻ്റെ സ്വന്തം സഹോദരൻ തൻ്റെ 52-ാമത്തെ വയസ്സിലും ഈ ഭൂമിയോട് വിട പറഞ്ഞു പോകുന്നു. എൻ്റെ മനസ്സിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഇത്തരത്തിലുള്ള അഗ്നി പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്കും, ഓരോ കുടുംബാംഗങ്ങൾക്കും ദൈവത്തിൻ്റെ മുൻപിൽ ഉന്നയിക്കാൻ 100,000 ചോദ്യങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് ഇതെനിക്ക് സംഭവിച്ചത്? ഞാൻ എങ്ങനെ ഇത്തരത്തിലുള്ള വലിയ ആഘാതങ്ങളെ, വലിയ ഞെട്ടലുകളെ കൈകാര്യം ചെയ്യും? പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതിനുള്ള ഉത്തരമാണ് വിശുദ്ധ പത്രോസ്ലീഹ നമുക്ക് നൽകുന്നത്. 1 പത്രോസ് 4-ാം അധ്യായം 12-ഉം 13-ഉം തിരുവചനങ്ങൾ. വചനം പറയുന്നു: നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അഗ്നി പരീക്ഷകൾ, പൊടുന്നനെയുള്ള സഹനങ്ങൾ വരുമ്പോൾ നമുക്ക് താങ്ങായി തണലായി നിൽക്കേണ്ടുന്ന ഒരു വചനമാണിത്. 1 പത്രോസ് 4, 12-ഉം 13-ഉം തിരുവചനങ്ങൾ. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വ്യക്തമായി കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ഒന്ന് വായിച്ചെടുക്കുമ്പോൾ, പത്രോസ്ലീഹായും ഈശോയും നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്: നമ്മുടെ സഹനത്തിലൂടെ നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പത്രോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ പീഡകളിലാണ് നിങ്ങൾ പങ്കുകാരാകുന്നത്. അപ്പോൾ അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് ഒരിക്കലും കരുതരുത്. പലപ്പോഴും ഈ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, നഷ്ടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും പേരുദോഷങ്ങളിലൂടെയും രോഗാവസ്ഥകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് തികച്ചും യാദൃശ്ചികമായിട്ട് വന്ന് ഭവിക്കുന്നതാണ് എന്ന്. എന്നാൽ പത്രോസ്ലീഹ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഒന്ന് വേറെയാണ്. ഇത് യാദൃശ്ചികമായിട്ട് ദൈവത്തിൻ്റെ അറിവില്ലാതെയല്ല നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും സഹനങ്ങളും ഉണ്ടാകുന്നത്. മറിച്ച് നമ്മൾ പരിഭ്രമിക്കരുത്. കാരണം ഈ ദുഃഖ ദുരിതങ്ങളൊക്കെയും അഗ്നി പരീക്ഷകളൊക്കെയും മറ്റൊരു ക്രിസ്തുവാക്കി എന്നെ പരിണമിപ്പിക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, മറ്റൊരു ക്രിസ്തുവാകുക അല്ലെങ്കിൽ ക്രിസ്തുവിന് അനുരൂപനാവുക എന്നൊക്കെ പറയുന്നത് ചുരുക്കം ചിലർക്ക് മാത്രം നൽകപ്പെടുന്ന ദൈവവിളിയല്ലേ? ഒരുപക്ഷെ ഒരു പുരോഹിതൻ ക്രിസ്തുവിന് അനുരൂപനാണ്, ഒരു സന്യാസിനി ക്രിസ്തുവിന് അനുരൂപയായിട്ട് വളർന്നു വരുന്നു. അല്ല, അത് ചുരുക്കം ചിലർക്ക് മാത്രം നൽകപ്പെടുന്ന ദൈവവിളിയല്ല. മറിച്ച് മാമോദീസായിലൂടെ വേർതിരിക്കപ്പെട്ട, പേര് ചൊല്ലി വിളിക്കപ്പെട്ട നമുക്കോരോരുത്തർക്കും ദൈവം നൽകുന്ന ഒരു വലിയ കൃപയാണ്
മറ്റൊരു ക്രിസ്തുവായിട്ട് ആയിത്തീരുക, പരിണമിക്കുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 29-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹയും പറയുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന് അനുരൂപരാക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ പരാമർശിച്ചുകൊണ്ട് വചനം പറയുന്നു, തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ ദൈവം നിശ്ചയിച്ചുവെന്ന്. നോക്കുക, എത്ര വലിയ മഹത്തായൊരു ദൈവവിളിയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ സഹന ജീവിതത്തിലൂടെ, നമ്മുടെ അഗ്നി പരീക്ഷകളിലൂടെ ദൈവം വിളിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ക്രിസ്തുവിന് അനുരൂപരായിട്ട് മാറുക. ഇനി ക്രിസ്തുവിന് അനുരൂപരാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് അനുരൂപരായിട്ട് മാറുന്നുണ്ട്. നമുക്കറിയാം, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊളോസോസുകാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് വചനം പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് മിശിഹ. മിശിഹായുടെ പ്രതിരൂപമാണ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് അഗ്നി പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന നാം ഓരോരുത്തരും. കുരിശുകൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്നെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയിലേക്ക്, സാദൃശ്യത്തിലേക്ക് ഒരു മടക്ക യാത്രയാണ് നടത്തുന്നത്. ഒരുപക്ഷെ നമുക്കിവിടെ ഒരു സംശയം മനസ്സിൽ ഉയർന്നു വന്നേക്കാം, അച്ഛാ, എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക്, ഛായയിലേക്ക് മടക്കയാത്ര നടത്തുന്നത്? നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമൊക്കെ തന്നെയല്ലേ? അതെ, നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. എന്നിരിക്കലും പാപം വഴിയായിട്ട് ഈ ഛായയിൽ നിന്നും, ദൈവ സാദൃശ്യത്തിൽ നിന്നും നമ്മൾ വിദൂരം പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഛായയിലേക്കും സാദൃശ്യത്തിലേക്കും മടങ്ങി വരുവാനായിട്ട് രണ്ട് മാർഗങ്ങൾ മാത്രമാണുള്ളത്. രണ്ട് മാർഗങ്ങൾ. അതിന് മറ്റ് ഷോർട്ട് കട്ടുകളൊന്നുമില്ല, കുറുക്ക് വഴികളൊന്നുമില്ല. ഈ 2 മാർഗങ്ങളെന്ന് പറയുന്നത്, 1 അനുതാപ ജീവിതം, 2 സഹന ജീവിതം. അഗ്നിപരീക്ഷകൾ നമുക്ക് നൽകപ്പെടുന്നത്, വിശലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഛായയിലേക്കും സാദൃശ്യത്തിലേക്കും വീണ്ടെടുക്കുവാനുള്ള ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്ര സമയം പറഞ്ഞത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. സഹനത്തിലൂടെ നമ്മൾ ക്രിസ്തുവിന് അനുരൂപരാകുന്നു. ക്രിസ്തുവാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്. അപ്പോൾ നമ്മുടെ സഹന ജീവിതത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ നടന്നെടുക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലേക്കും സാദൃശ്യത്തിലേക്കുമാണ്. അപ്പോൾ പറഞ്ഞതുപോലെ കുറുക്കുവഴികളൊന്നും തേടേണ്ട ആവശ്യമില്ല. അനുതാപ ജീവിതത്തെയും സഹന ജീവിതത്തെയും മുറുകെ പിടിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. പത്രോസ്ലീഹ പറയുന്നത് പോലെ, അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കാതിരിക്കുക. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് പകരമായിട്ട് ഓരോ അഗ്നി പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോ സഹനത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഛായയിലേക്കും സാദൃശ്യത്തിലേക്കും മടങ്ങി വരുന്നല്ലോ എന്നുള്ള ഒരു വലിയ ആഹ്ലാദമായിരിക്കണം, ആനന്ദമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വായിച്ച വചനത്തിൻ്റെ ഒടുക്കം വിശുദ്ധ പത്രോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവൻ. നോക്കുക, ഒരു മടങ്ങി വരവിൻ്റെ ആഹ്ലാദമാണ്, ആനന്ദമാണ് നാം ഓരോരുത്തരും അവിടെ കാണുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ അനുമതി കൂടാതെ ഒരു അഗ്നിപരീക്ഷയും ഉണ്ടാകുന്നില്ല എന്ന സത്യവും നമുക്ക് നമ്മുടെ മനസ്സുകളിൽ കുറിച്ചിടാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളും തകർച്ചകളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ക്രൂരമായ നിശബ്ദത നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഗത്സമേൻ തോട്ടത്തിൽ ഈശോ അനുഭവിച്ചതുപോലെയുള്ള ദൈവത്തിൻ്റെ ഒരു നിശബ്ദത. പക്ഷേ അത് ദൈവത്തിൻ്റെ നിശബ്ദതയല്ല, ദൈവം നമ്മളെ കൈവിടുന്നതല്ല, മറിച്ച് ദൈവം മൗനത്തിൽ ഒരു സമ്മതം നൽകുകയാണ്. ഞാനതിനെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ മൗന സമ്മതമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭവിക്കുന്ന ഓരോ വേദനകളും, ഓരോ അഗ്നി പരീക്ഷകളും, പ്രിയമുള്ളവരെ, അത് ദൈവത്തിൻ്റെ അറിവോടെ മാത്രമാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ അറിവില്ലാതെ, ദൈവത്തിൻ്റെ അനുമതി അഥവാ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖവും ഒരു അഗ്നിപരീക്ഷയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇത് പഠിക്കുവാനായിട്ട് നമുക്ക് ജോബ് എന്ന കഥാപാത്രത്തെ ഒന്ന് പരിഗണിക്കാം. ജോബിൻ്റെ ജീവിതത്തിൽ എല്ലാം സുഖസുന്ദരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അഗ്നിപരീക്ഷകൾ ഉണ്ടാകുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ജോബിന് എല്ലാവരെയും നഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങി. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ജോബിനെ സാത്താന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ദൈവമാണ്.
ഇതാണ് ദൈവത്തിൻ്റെ മൗന സമ്മതമെന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ജോബിൻ്റെ എല്ലാ സഹനങ്ങളുടെയും സ്രോതസ്സ് ദൈവമാണെന്നോ, അല്ലെങ്കിൽ ജോബിൻ്റെ കണ്ണീര് കണ്ടിട്ട് ദൈവത്തിന് എന്തോ പ്രത്യേക സന്തോഷമുണ്ടാകുന്നു എന്നോ അല്ല. മറിച്ച് ദൈവം മൗനമായിട്ട് ചില ദുഃഖങ്ങൾ, ചില അഗ്നിപരീക്ഷകൾ വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് അനുമതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാത്താൻ ജോബിൻ്റെ ഭവനത്തിലേക്കും അവൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരുന്നത് ദൈവത്തിൻ്റെ അനുമതി കൂടാതെയല്ല, ദൈവത്തിൻ്റെ അറിവ് കൂടാതെയല്ല, ദൈവത്തിൻ്റെ മൗന സമ്മതത്തോടുകൂടി തന്നെയാണ് ജോബിൻ്റെ ജീവിതത്തിൽ ഇത്തരം അഗ്നിപരീക്ഷകൾ ഉണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത്തരം അഗ്നിപരീക്ഷകളിലൂടെ കടന്നുപോയ നിരവധി ആളുകളുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയപ്പെടുന്നുണ്ട്. ജെറമ്യാ പ്രവാചകനാകട്ടെ ചെളി നിറഞ്ഞ ഒരു പൊട്ടക്കിണറ്റിലേക്ക് താഴ്ത്തപ്പെടുന്നുണ്ട്. ചെറുപ്പക്കാരായ ഷാദ്രാക്ക്, മെഷേക്ക്, അബദ്നേഗോ എന്നീ യുവാക്കന്മാർ അവരും തീച്ചൂളയിലേക്ക് എറിയപ്പെടുന്നുണ്ട്. എന്തിന്? നമ്മുടെ പൗലോസ് ശ്ലീഹ പോലും 3 തവണ കപ്പൽ അപകടത്തിൽപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണമെങ്കിൽ ഈ അപകടങ്ങളൊക്കെയും ഈ അഗ്നിപരീക്ഷകളൊക്കെയും തടഞ്ഞു നിർത്താമായിരുന്നു. ജോബിൻ്റെ അഗ്നിപരീക്ഷകൾക്കൊക്കെ ദൈവത്തിന് വേണമെങ്കിൽ തടസ്സം നിൽക്കാമായിരുന്നു. ജോസഫിനെ കാരാഗൃഹവാസത്തിൽ നിന്നും ദൈവത്തിന് വേണമെങ്കിൽ രക്ഷിക്കാമായിരുന്നു. ദാനിയേൽ പ്രവാചകനെ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് എറിയപ്പെടുന്നതിൽ നിന്നും ദൈവത്തിന് വേണമെങ്കിൽ തടസ്സം നിൽക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ജോബ് എന്ന കഥാപാത്രത്തിന് അവിടെ പ്രസക്തിയില്ല. ദാനിയേലിനെ ദാനിയേലാക്കി മാറ്റിയത് ആ സിംഹക്കൂടിൻ്റെ കഥയാണ്. ജോസഫിൻ്റെ കാരാഗൃഹവാസമാണ് ജോസഫിനെ ജോസഫാക്കി മാറ്റിയത്. പൗലോസ് ശ്ലീഹായ്ക്ക് സംഭവിച്ച ആ 3 കപ്പൽ അപകടങ്ങളും അദ്ദേഹം നേരിടേണ്ടതായിട്ട് വന്ന ഓരോ വേദനാജനകമായ അനുഭവങ്ങളുമാണ് പൗലോസിനെ പൗലോസാക്കി മെനഞ്ഞെടുക്കുന്നത്, വാർത്തെടുക്കുന്നത്. വിശാലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഭവിക്കുന്ന ഓരോ വേദനകളും, ഓരോ ക്ലേശങ്ങളും, ഓരോ ബുദ്ധിമുട്ടുകളും, ഓരോ അഗ്നി പരീക്ഷകളും ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവത്തിൻ്റെ മൗന സമ്മതം അവിടെയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടാകില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ കഥ മുൻപോട്ട് പോവുകയില്ല. ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെയും നമ്മൾ ഒരിക്കൽ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ മനസ്സിലാകും. ഇവരുടെ വ്യക്തി ജീവിതം മാത്രമല്ല മുൻപോട്ട് പോകാതിരിക്കുക, മറിച്ച് രക്ഷാകര ചരിത്രത്തിൻ്റെ വരെ നങ്കൂരം എന്ന് പറയുന്നത് ഈ വ്യക്തികളുടെ അഗ്നി പരീക്ഷണങ്ങളുടെ മേലാണ്. ഇവർക്കൊക്കെയും ഈ അഗ്നി പരീക്ഷകൾ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അവരുടെ ജീവിതകഥയും മുൻപോട്ട് പോകില്ല. ഈ രക്ഷാകര ചരിത്രമെന്ന ആ സുദീർഘമായ കഥയും മുൻപോട്ട് പോവുകയില്ല. അപ്പോൾ ഈ ഓരോ വ്യക്തികളെയും അവരാക്കി മാറ്റിയത്, അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം പ്രത്യേകമാംവിധം ഒരുക്കിയതും ശക്തി പകർന്നതും അവരുടെ ഈ അഗ്നി പരീക്ഷകളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അഗ്നി പരീക്ഷകളിൽ നമ്മൾ തളരുകയോ തകരുകയോ അല്ല വേണ്ടത്. നമ്മുടെ ജീവിത കഥകൾ മുൻപോട്ട് പോകണമെങ്കിൽ ഈ അഗ്നി പരീക്ഷകൾ, ഈ ഒരുക്കങ്ങൾ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അഗ്നി പരീക്ഷകളിൽ നമ്മളിപ്പോഴും ദൈവത്തെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, അഗ്നി പരീക്ഷകളിൽ, അതായത് സഹനത്തിലെ ഏകാന്തതയിൽ തെളിഞ്ഞു വരുന്ന ക്രിസ്തുവിൻ്റെ രൂപം ഒരുവന് പിന്നീട് മറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സഹനത്തിൻ്റെ കൂരിരുളിൽ ഉത്തരം കിട്ടാതെ നാം തപ്പിത്തടയുമ്പോൾ പ്രകാശമായി കടന്നു വരുന്ന ക്രിസ്തുനാഥൻ്റെ വദനം അത് മറന്നു കളയുവാനായിട്ട് ഈശോയെ ആ സഹനത്തിൽ കണ്ടുമുട്ടിയ വ്യക്തികൾക്ക് പിന്നീട് വളരെ ബുദ്ധിമുട്ടാണ്. അഗ്നി പരീക്ഷകളുടെ തീച്ചൂളയിൽ നമ്മൾ വെന്തുരുകുമ്പോൾ സാന്ത്വനമായി കടന്നു വരുന്ന ക്രിസ്തുനാഥനെ പിന്നീട് മറന്നു കളയുവാനായിട്ട് ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. ദാനിയേൽ ദൈവത്തെ പ്രണയിക്കാനിടയായത് ആ സിംഹത്തിൻ്റെ മടയിൽ കടന്നുകൊണ്ട് തന്നെയാണ്. ജോസഫും ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിഞ്ഞത് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് തന്നെയാണ്. ജോബ് പോലും ദൈവത്തെ സ്നേഹിച്ചിരുന്നു, പക്ഷേ കൂടുതൽ സ്നേഹിക്കുവാൻ, കൂടുതൽ പ്രണയിക്കുവാൻ ഇടവന്നത് ആ ഏകാന്തതയിലൂടെയും അഗ്നിപരീക്ഷകളിലൂടെയും ഒക്കെ നടന്നു പോയപ്പോഴാണ്. എൻ്റെ എളിയ ജീവിതത്തിലും ചെറുതും വലുതുമായ പല അഗ്നി പരീക്ഷകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്തരം വേദനകളിലൂടെയൊക്കെ കടന്നു പോയിട്ട് എന്താണ് പഠിച്ചത്? എനിക്ക് ഒരൊറ്റ ഉത്തരമേ നൽകാനുള്ളൂ. ഐ ആം ഓവർ കോൺഫിഡൻറ്റ് ഇൻ ഗോഡ്. എനിക്ക് എൻ്റെ ദൈവത്തിൽ അമിതമായ ആത്മവിശ്വാസമുണ്ട്. പല ദുഃഖത്തിലൂടെയും പല ദുരിതത്തിലൂടെയും പല ഏകാന്തതയിലൂടെയും കടന്നു പോയപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചെടുത്തു നിന്ന് എൻ്റെ ദൈവം എന്നെ കരം പിടിച്ചുയർത്തിയതുകൊണ്ട് എനിക്ക് ആത്മാഭിമാനത്തോടെ
കുരിശിലുള്ള അഭിമാനത്തോടെ പൗലോസ്ലിഹായോട് ചേർന്ന് എനിക്കും പറയാനായിട്ട് സാധിക്കും, എനിക്കെൻ്റെ ദൈവത്തിൽ അമിതമായ ആത്മവിശ്വാസമുണ്ട്. കാരണം എന്നെ എൻ്റെ ഈശോ അഗ്നി പരീക്ഷകളിലൂടെ തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. വീണ്ടും ഈ അഗ്നി പരീക്ഷകളെക്കുറിച്ച് ഗാഠമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം, ദൈവം ഈ അഗ്നി പരീക്ഷകളിലൂടെ വ്യക്തികളെ രൂപീകരിച്ചെടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ അതിനെ നമുക്ക് ഫോർമേഷൻ എന്ന് വിളിക്കാം. ഫോർമേഷൻ, സെമിനാരി പരിശീലനത്തിലൊക്കെ നമ്മൾ ഫോർമേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. ഓരോ വ്യക്തികളെയും, പ്രത്യേകിച്ച് ദൈവം സ്നേഹിക്കുന്ന വ്യക്തികളെ, ദൈവം സ്വന്തമാക്കേണ്ട വ്യക്തികളെ ഒക്കെ ദൈവം സ്വന്തമാക്കുന്നതും അവരെ രൂപീകരിച്ചെടുക്കുന്നതും ഈ അഗ്നി പരീക്ഷകളിലൂടെ തന്നെയാണ്. ഞാൻ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, ഏറെ വിലപിടിപ്പുള്ള വസ്തുവിനെ ദൈവം രൂപീകരിച്ചെടുക്കുന്നത് അഗ്നിശോധന ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യതയുള്ളതിനെയും ദൈവം രൂപീകരിച്ചെടുക്കുന്നത് വെടിപ്പാക്കി അതിനെ കവാത്ത് ചെയ്തുകൊണ്ടുമാണ്. ഉദാഹരണത്തിന് സ്വർണത്തിൻ്റെ കാര്യം നമുക്കെടുക്കാം. സ്വർണം അഗ്നിയിൽ ശോധന ചെയ്ത് വിശുദ്ധീകരിച്ചാണ് സ്വർണത്തിൻ്റെ പവിത്രത തെളിയുക, അതിൻ്റെ പത്തരമാറ്റം എന്നൊക്കെ പറയുന്നത്. അഗ്നിയിലൂടെ തന്നെ കടന്നു പോയാലേ സ്വർണം സ്വർണമായിട്ട് മാറുന്നുള്ളൂ. വീണ്ടും യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം നമ്മൾ കാണുന്നുണ്ട്, ഫലം പുറപ്പെടുവിക്കാൻ സാധ്യതയുള്ള മുന്തിരിച്ചെടിയെ അത് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവം അതിനെ വെട്ടിയൊരുക്കുന്നു. അപ്പോൾ ഒന്നുകിൽ അഗ്നിശോധനയിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ വെട്ടിയൊരുക്കലിലൂടെ കടന്നു പോകണം. എങ്കിൽ മാത്രമേ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ പക്വത പ്രാപിക്കുന്നുള്ളൂ. അപ്പോൾ വിശ്വാസ രൂപീകരണത്തിനും വ്യക്തിത്വ രൂപീകരണത്തിനും അഗ്നിയിലൂടെയുള്ള പരീക്ഷണങ്ങൾ, ഈ അഗ്നി പരീക്ഷണങ്ങൾ നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ സ്വർഗത്തിലും നമുക്ക് പക്വതയാർജിച്ച് ഫലമണിയണമെങ്കിൽ സ്നേഹമുള്ളവരെ, അഗ്നിശോധനകൾ അനിവാര്യമാണ്. ഈ അഗ്നിശോധനകളിലൂടെ, അഗ്നി പരീക്ഷണങ്ങളിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ സെമിനാരി വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു വൈദികനാണ്. നിരവധി വർഷങ്ങളായിട്ട് ഇതേ ശുശ്രൂഷ മേഖലയിൽ തന്നെയാണ്. എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ വൈദിക വിദ്യാർത്ഥികളുടെ ഇടയിൽ ഏറ്റവും പക്വതയുള്ള വൈദിക വിദ്യാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സ്വന്തം അപ്പച്ചൻ്റെയും അമ്മയുടെയും കൂടെ സ്വന്തം വീട്ടിലായിരുന്ന കാലഘട്ടങ്ങളിൽ തൊഴിലെടുത്ത് പണിയെടുത്ത് കൃഷിയൊക്കെ ചെയ്ത് വളർന്നു വന്ന കുട്ടികളിലാണ് ഏറ്റവും അധികം പക്വത ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവർക്ക് ജീവിത ദുഃഖങ്ങൾ എന്താണെന്നറിയാം, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ അവർ നേരിട്ടിട്ടുണ്ട്, കണ്ടുമുട്ടിയിട്ടുണ്ട്. കണ്ണീരിൻ്റെ വില അവർക്കറിയാം. മണ്ണിൻ്റെ മണമെറിഞ്ഞ് വളരുന്ന മക്കളാണ് അവരൊക്കെയും. അപ്പോൾ കഥനത്തിലൂടെ, അഗ്നി പരീക്ഷകളിലൂടെ കടന്നു പോയിട്ടുള്ള അപ്പൻ്റെയും അമ്മയുടെയും മക്കളാണ് ഏറ്റവും പക്വതയുള്ളവരെന്ന് ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. ദൈവവും നമ്മളെ സ്നേഹിക്കുന്ന ഒരമ്മയാണ്. അമിതമായിട്ട് കൊഞ്ചിച്ചു കഴിഞ്ഞാൽ, അമിതമായിട്ട് താലോലിച്ച് കഴിഞ്ഞാൽ ഏതൊരു കുഞ്ഞും വഴിതെറ്റിപ്പോവും, അവർ ഫലമണിയില്ല എന്ന് നമുക്കറിയാം. ദൈവവും ഒരു നല്ല അമ്മയായതുകൊണ്ട്, ഒരു നല്ല ഗുരുനാഥനായതുകൊണ്ട് നല്ല ശിക്ഷണത്തിലൂടെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ശിക്ഷയല്ല, നല്ല ശിക്ഷണം നൽകിയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം അമിതമായിട്ട് നമ്മളെ കൊഞ്ചിക്കുകയോ താലോലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് പലപ്പോഴും അവിടുന്ന്, ആ നല്ല അമ്മയായ ദൈവം നമ്മളെ അഗ്നി പരീക്ഷകളിലൂടെ കൊണ്ടുപോകും. നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരും അപ്പച്ചന്മാരുമൊക്കെ എത്രമാത്രം സ്ട്രിക്റ്റായിട്ട് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നുവോ, അതിലും സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് ദൈവവും നമ്മെ അഗ്നി പരീക്ഷകളിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഈ മൗന സമ്മതങ്ങളൊക്കെ ഉണ്ടല്ലോ, അഗ്നി പരീക്ഷകളിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന ഈ മൗന സമ്മതങ്ങൾ, അത് ദൈവത്തിന് നമ്മളോട് വെറുപ്പായതുകൊണ്ടോ നമ്മളെ കൈവിടിയുന്നത് കൊണ്ടോ നമ്മളെ ഒറ്റപ്പെടുത്താനായിട്ടോ ഉള്ളതല്ല, മറിച്ച് ഫലമണിയുവാനായിട്ട്, പക്വതയാർജിക്കുവാനായിട്ട്, അനുതാപത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഒരുക്കുന്ന അവസരങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 28-ാം തിരുവചനം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ അഗ്നി പരീക്ഷകളെക്കുറിച്ചൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. എങ്കിലും ഈ അഗ്നി പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും നമുക്ക് ചോദ്യം, എൻ്റെ ഈശോ, എന്നാണ് ഈ പരീക്ഷണങ്ങൾക്കൊക്കെ ഒരു അറുതിയുണ്ടാകുക? ഈ ഒരു തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ചില ചോദ്യങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, എന്നാണ് എൻ്റെ ഈ അഗ്നി പരീക്ഷകൾക്ക്, ഈ വേദനകൾക്ക് ഒരു അറുതി ഉണ്ടാവുകയെന്ന്? എന്നാൽ ഈ വചനത്തിൽ ഈശോ വിശുദ്ധ പൗലോസിലൂടെ നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ സഹനങ്ങളും, നമ്മുടെ എല്ലാ വേദനകളും ദൈവം
നന്മയ്ക്ക് വേണ്ടി മാത്രം പരിണമിപ്പിക്കും. ദൈവം നമ്മളെ പക്വത ആർജിപ്പിക്കുവാനായിട്ടാണ് സഹനത്തിലൂടെ അഗ്നിപരീക്ഷകളിലൂടെ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ അഗ്നിപരീക്ഷകളിലൂടെ പോകുമ്പോഴും ദൈവം നമ്മെ ഒരുക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, സ്വർഗത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്നു. രണ്ട്, ഭൂമിയിൽ ഫലമണിയുവാൻ, പക്വതയാർജിക്കുവാൻ അഗ്നിപരീക്ഷകളിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ പക്വതയാർജിക്കണം, അല്ലെങ്കിൽ സ്വർഗത്തിന് വേണ്ടി തന്നെ നമ്മെ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സഹനങ്ങളും, അത് ജെറമയായുടെ സഹനമായിക്കൊള്ളട്ടെ, ജോബിൻ്റെ സഹനമായിക്കൊള്ളട്ടെ, ദാനിയേലിൻ്റേതായിക്കൊള്ളട്ടെ, പൗലോസിൻ്റേതായിക്കൊള്ളട്ടെ, എൻ്റെ സഹനമായിക്കൊള്ളട്ടെ, ഓരോ സഹനവും എൻ്റെ ദൈവം നന്മയ്ക്ക് വേണ്ടി പരിണമിപ്പിക്കും എന്ന യാഥാർത്ഥ്യം, എന്ന സത്യം നമുക്ക് നമ്മുടെ മനസ്സിൽ കുറിച്ചിടുകയും സന്തോഷത്തോടുകൂടി ഇത്തരം കുരിശുകളെ സംഭവിക്കുകയും ചെയ്യാം. സ്നേഹമുള്ളവരെ, ഈ തിരുവചനം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടാണ് നിങ്ങൾ ശ്രവിക്കുന്നതെങ്കിലും ആനന്ദത്തോടുകൂടി ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചിടണം. എൻ്റെ ഈ സഹനം, എൻ്റെ ഈ രോഗാവസ്ഥ ദൈവം നന്മയ്ക്ക് വേണ്ടി പരിണമിപ്പിക്കും. എന്നെ സ്വർഗത്തിന് വേണ്ടി ഈശോ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈശോ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടായിക്കൊള്ളട്ടെ, ജോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിക്കൊള്ളട്ടെ, പൗലോസിനെ പോലെ നിരന്തരം അത്യാഹിതങ്ങളിൽ പെടുന്ന ഒരു കണ്ടീഷനിലായിക്കൊള്ളട്ടെ, ദാനിയേലിനെ പോലെ ശത്രുക്കളുടെ മധ്യത്തിൽ, ഗർജിക്കുന്ന സിംഹങ്ങളുടെ മധ്യത്തിലായിരുന്നു കൊണ്ട് നിങ്ങൾ ഈ വചനം ശ്രവിക്കുകയായിട്ടെ. എങ്കിലും ഈശോ പൗലോസ് ലീഹായിലൂടെ നിങ്ങളോട് പറയുന്നു, എന്നോട് പറയുന്നു, ഞാൻ എൻ്റെ മകനെ മകളെ എല്ലാം നന്മയ്ക്ക് വേണ്ടി തന്നെ പരിണമിപ്പിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ അഗ്നിപരീക്ഷകളെ വലിയ വിശ്വാസത്തോടും വലിയ പ്രത്യാശയോടും കൂടെ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ആരെയും കൈവിടുകയില്ല. എല്ലാം നമ്മുടെ ഓരോ ദുഃഖങ്ങളും ഈശോ നന്മയ്ക്ക് വേണ്ടി തന്നെ പരിണമിപ്പിക്കും എന്ന വലിയ വിശ്വാസത്തോടുകൂടി നമുക്ക് ഈശോയിൽ ആശ്രയിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.